ഒന്ന്, ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളം കൊണ്ട് കഴുകണം, സ്നാനപ്പെടണം. 3, ശബ്ദം കേൾപ്പിക്കണം, മറുഭാഷ, ചത്തുപോകുകയല്ല. പിന്നെ 4, മരിച്ചു പോകാതിരിക്കാൻ. ബിജുപാഷാന്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ച സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത്. അത് തള്ള കൈ നിട്ടതാ. തുടരുതൊന്നും തെയ്യം പറഞ്ഞില്ല, കൈ നിടുവല്ലോ ഒത്തിരി. അമ്മ ഇരിക്കുക. പാമ്പും ഈ സ്ത്രീ സംഭാഷണമാണ്. ഞാൻ പറയാറുണ്ട് അമ്മാമ്മയും പാമ്പും, അമ്മാമ്മയും പാമ്പും. ആ രണ്ടുപേരുടെ സംഭാഷണം തോട്ടത്തിൽ അമ്മാമ്മയും പാമ്പുമായിട്ട് അധികം സംസാരിക്കാതിരിക്കുന്നതാ. ഈ പാമ്പാന്ന് കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാതിരിക്കുന്നതല്ലേ നല്ലത്, അല്ലേ? നമ്മൾ ലഘുലേഖ കൊടുത്ത് തമ്പിയുടെ കൃതിയല്ലേ തകരുന്ന കപ്പൽ, അങ്ങോട്ട് കൂടെ തന്നെ പറയാ നിങ്ങൾ. അപ്പോൾ പാമ്പാന്ന് കണ്ട അങ്ങ് പോകണ്ടേ? പിന്നെ അവിടെ നിന്ന് യേശു ക്രിസ്തു സകല വിഷയങ്ങൾക്ക് പരിഹാരം തരും, കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അന്നേരം അവനോട് പറയുന്നത് പാമ്പാ. അപ്പോൾ പാമ്പാന്ന് കണ്ടപ്പോൾ സംസാരം അങ്ങ് ഈ കാരണം അമ്മാമ്മയ്ക്കും പാമ്പിനും സംസാരിക്കാൻ വ്യവസ്ഥയില്ല. കാരണം അമ്മാമ്മ തോട്ടത്തിലെയാണ്. അമ്മാമ്മ ഏതിന് കിഴക്കൊരു തോട്ടം ഉണ്ടാക്കിയെന്നല്ലേ, എന്നിട്ടല്ലേ അമ്മാമ്മേനെ അച്ചായനെയും കൊണ്ട് അവിടെ കൊണ്ട് തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം എന്ന് പറയുമ്പോൾ ഓർക്കണം ആരോ തോട്ടത്തിൽ കയറാൻ സാധ്യത ഉണ്ട്, അതിനായി കാക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ തോട്ടത്തിൽ കൊണ്ട് തോട്ടത്തെ പറ്റിയൊക്കെ വിസ്തരിക്കേണ്ടതാ. കേരവും ജംബീരവും ഈന്തലും കരിമ്പുളി വേരകം നാഗരംഗം മാതളം മാതുളങ്കം ആമറങ്ങൾ ആമറാതകം ചെത്തിയും അത്തിവൃക്ഷം കമറമാം താത്രി ദാലജാലങ്ങൾ പീലുക്കളും ഗന്ധപുഷ്പങ്ങളേക്കും ചമ്പുകമ്പുകളും ഗന്ധമോക്ഷവും മോക്ഷത്തിനുമുഖം സപ്തച്ഛതം 7 പാല. ഇതൊക്കെ ആ തോട്ടം. ഈ അമ്മാമ്മ തോട്ടത്തിലെയാ, പാമ്പ് തോട്ടത്തിലെയല്ല. പാമ്പ് എവിടത്തെയാ? വായിച്ച 3-1. പാമ്പ് എവിടത്തെയാണ്? ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതാണ്. അപ്പൊ പാമ്പ് എവിടത്തെയാ? പാമ്പ് കാട്ടിലെ, അമ്മാമ്മയോ തോട്ടത്തിലെ. ദൈവസഭ കെട്ടിയടച്ച തോട്ടം. ഇത് വേർപാട് ഉപദേശം അവിടെ നിന്ന് പറയേണ്ടത്. കാരണം രക്ഷാസ്നാനം പരിശുദ്ധാത്മാ പിന്നെ വേർപാടായി പറയേണ്ടത്. അല്ല, ആർക്കും അത് ഇഷ്ടമല്ല കേൾക്കുന്നത്. അതിൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു. ഈ ഞാൻ ചിലയിടത്തൊക്കെ ചെല്ലുമ്പം പിന്നെ പാസ്റ്ററിനോടൊന്നും പറഞ്ഞില്ല, എന്നെ അറിയാവുന്നവർ പറയത്തില്ല. പറയും പിന്നെ ഇവിടെ നമ്മുടെ ആൾക്കാരില്ല, പിന്നെ എല്ലാം ഹിന്ദു സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും മറ്റുള്ളവരാ കേട്ടോ എന്ന് പറഞ്ഞ് എനിക്ക് ക്ലാസ് എടുക്കുക. നമുക്കറിയത്തില്ലയോ? ഒരു കാര്യം പറയാം, പാമ്പ് കാട്ടിലെയും അമ്മാമ്മ തോട്ടത്തിലെയാ. തോട്ടത്തിലെ അമ്മാമ്മ കാട്ടിലെ പാമ്പുമായിട്ട് അധികം മിണ്ടായിരിക്കുന്നതാ. അത്യാവശ്യം ഫോൺ വരും, ഹലോ ആരാ വിളിക്കുന്നത്? അതിനെയാണ് അച്ഛൻ ഇവിടെ വരുമ്പോൾ പറയാം. ആട്ടെ, ആരാ വിളിക്കുന്നത്? പേര് ആ കൊച്ച, പറയാം. ആട്ടെ, അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പറയണോ? അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ വേണം. ആട്ടെ, തുറം പറഞ്ഞാൽ പോരെ. ഇതങ്ങനല്ലല്ലോ. ഹലോ ഉണ്ണേ, അവൻ ട്യൂണുമാ. ഹലോ ആരാന്ന് പറ. ഉണ്ണേ ഇവിടുന്ന് അമ്മാമ്മ. സാമാണോ? ഉണ്ണേ അവിടുന്ന് ബ്ലസനാന്നോ? ഉണ്ണേ അവിടുന്ന്. ആരാ? പറയുന്നേ. പറ. എല്ലാം മനസ്സിൽ. നീ ഇവിടെ ഇങ്ങനെ അറകല്ല തുള്ളുമ്പോൾ ആത്മാവിലാകുമല്ലോ. ഫോണൊക്കെ സൂക്ഷിച്ചോണം. ആവശ്യമില്ലാത്ത മിസ് കോളും ആവശ്യമില്ലാത്ത മെസ്സേജും ആവശ്യമില്ലാത്ത ഫോട്ടോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ മാറ്റണം. എന്തൊക്കെക്കാർക്കുള്ള തൂതും കൂടാ. ഭാര്യയുടെ ഫോണേ ഭർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കും 2 ആഴ്ചത്തേക്ക്. അച്ഛാ പരിശോധിച്ചു തരാം, കൊടുക്കാവോ? ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് മിക്കതും ഡിലേറ്റ് ചെയ്യും. ഭർത്താവിൻ്റെ ഫോണ് ഭാര്യയുടെ കയ്യിലോട്ട് കൊടുക്കുക 2 ആഴ്ചത്തേക്ക്. ചിലർ കൊടുക്കും. എല്ലാവരും കൂടെ കൊടുത്താൽ കുടുംബക്കോടതി 10-12 കൂടെ വരണം പുത്തൂര്. വിശ്വാസിയുടെ ഫോണേ ഉപദേശിയുടെ കയ്യിലോട്ടൊന്ന് കൊടുക്ക്. ഭാഷ ഇതൊക്കെ പരിശോധിച്ചതാ. പാഷന്മാരുടെ ഫോണ് വിശ്വാസിയുടെ കയ്യിലോട്ട് വന്ന്
എനിക്ക് ഒരു വാക്യം ഓർമ്മ വരുന്നു, അനന്തര സ്വർഗത്തിൽ അരമണിക്കൂർ. നീ കർക്കശമായി വേർപാട് പാലിക്കണം. വാട്ടം, ചുളുക്കൻ, കറ, മാലിന്യമൊന്നുമില്ലാത്ത ശുദ്ധമായി നിൽക്കുന്ന തിരുസഭയെ ചേർക്കാൻ യേശു വീണ്ടും വരും. മരിച്ചു പോകരുത്. ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള നരകൊണ്ട് നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണം. അതിനുള്ള ഉപദേശം ആ പ്രാരംഭമായിട്ട് ചെറിയ തോതിൽ പറഞ്ഞത്: 1 രക്ഷിക്കപ്പെടണം, 2 വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, 3 പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് ആരാധിക്കണം, 4 വേർപാട് പാലിക്കണം. ലോകത്തിന്റെ മാലിന്യമൊന്നും നിന്നെ കയറി പിടികൂടരുത്. അവൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പണത്തോടെ മടങ്ങിപ്പോകാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കാം. ഒരു പഴയ പാട്ടിന്റെ 2 ചരണം പാടി പ്രാരംഭ ദിവസമാ. മൊത്തം പാടുന്നില്ല, 2 ചരണം പാടി അങ്ങ് നിർത്താം. എല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് പാടാന്ന് ഞാൻ പറയത്തില്ല, കാരണം നിങ്ങൾ ഇറങ്ങിപ്പോകും. ഇരുന്നാൽ മതി. നമ്മൾ കുറച്ച് നാളായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇരുന്നുകൊണ്ട് അങ്ങ് പാടിയാൽ മതി. ഇന്നാളും ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് പാടാന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോകുന്നു. അതുകൊണ്ട് ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. പോകാൻ നേരത്ത് നമുക്ക് എഴുന്നേറ്റ് അങ്ങ് പോകാം. അപ്പോൾ 2 ശീലം പാടിയാൽ മതി. അപ്പോൾ ചേർന്ന് കൈ അടിച്ച് പിന്നെ ഇങ്ങോട്ട് വയ്ക്കേ. ഈ കൈ ഇതിനു വേണ്ടി മാത്രം ഉള്ളതല്ല, ദൈവത്തെയും കൂടെ സ്തുതിക്കാനാണ്.